ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം രചിച്ചത് പുറയന്നൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. ഇന്ന് 8-ാം അധ്യായമാണ് സമർപ്പിക്കുന്നത്. 8-ാം അധ്യായത്തിൽ ഉണ്ണികളുടെ പേരിടലും ബാലലീലകളുമൊക്കെയാണ് വർണ്ണിക്കുന്നത്. 2-3 ഭാഗങ്ങളായിട്ട് വായിച്ച് സമർപ്പിക്കാം. ഇന്ന് നാമകരണമാണ്. എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം. ജയ് ശ്രീ രാധേ 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 ശ്യാം. 8-ാം അധ്യായം. അക്കാലം യദുവീരന്മാരുടെ പുരോഹിതൻ മുഖ്യനാം ഗർഗൻ വസുദേവന്റെ വചനത്താൽ നന്ദഗോകുലത്തിങ്കൽ ചെന്നിതു മോദത്തോടും നന്ദിച്ചു സൽക്കരിച്ചു നന്ദനു മുര ചെയ്തു. ധന്യനായി ചമഞ്ഞു ഞാൻ ഇന്നു നിന്തിരുവടി തന്നെ കണ്ടതു മൂലം സൗഖ്യവും വന്നു തുലോം. നമ്മുടെ ഗൃഹമതും കുലവും വിശുദ്ധമായി ജന്മവും സഫലമായി വന്നിതു ഭാഗ്യവശാൽ. മോഹവാരിധി തന്നിൽ മഗ്നരാം കുടുംബികൾ കൈഹിക പാരത്രിക സൗഖ്യങ്ങൾ വരുത്തുവാൻ നിസ്പൃഹന്മാരായി വിഷ്ണു ഭക്തരായി സമന്മാരായി ഉൾപ്പുവിൽ കാരുണ്യവുമേറുന്ന മുനീന്ദ്രന്മാർ തഞ്ചാതെ ലോകങ്ങളിൽ സഞ്ചരിച്ചിടുമെന്ന തഞ്ചാറോ വയസ്സിനിക്കായെന്നേ കേൾപ്പുണ്ടു ഞാൻ. എന്നുടെ ഗൃഹം തന്നീലിന്നെഴുന്നള്ളിയതു മെന്നെയും അനുഗ്രഹിച്ചിടുവാൻ തന്നെ നൂനം. ജ്യോതിശാസ്ത്രവും തപശക്തിയും ഭവാനോള മേതൊരുവനുമില്ലെന്നെല്ലാവർക്കും ബോധമല്ലോ. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ പുത്രന്മാർക്കു മംഗളമായ നാമകർമ്മങ്ങൾ ചെയ്തിടണം എന്നതു കേട്ടു മുനി മോദമോടരുൾ ചെയ്താൻ. ഇന്നു ഞാനതു ചെയ്താലുണ്ടൊരു വിഷമം കേൾ. ലോകപൂജിതൻ വസുദേവനും ഭവാനും ഇന്നേകമാനസന്മാരെന്നെല്ലാരും അറിയുന്നു. യാദവ പുരോഹിതനായ ഞാനിഹ വന്നു സാദരം നാമകർമ്മം ചെയ്യിലോ കംസൻ താനും. എന്തിനവകാശമെന്നതു നിനച്ചിടും സന്തതം മൃത്യുഭയമുണ്ടവനകതാരിൽ. ദേവകി സുതന്മാരിൽ അഷ്ടമൻ കൊല്ലുമെന്നു കേവലമശരീരി വാക്കു കേട്ടതു ശേഷം 8-മതൊരു കന്യയായതും അവൾ പിന്നെ പെട്ടെന്നു ഗമിച്ചതും ചേർന്നതില്ലവനേതും. നിന്നുടെ കാലൻ വന്നു ഭൂമിയിലുളവായ എന്നതു ദേവിയരുൾ ചെയ്തതും കേട്ടാനവൻ. എന്നിവ കൊണ്ടു വസുദേവനന്ദനൻ തന്നെ മന്നിടം തന്നീലിന്നു കംസനും തിരയുന്നു എന്നതുമല്ല പിന്നെ പൂതന പിശാചിയെ കൊന്നിതു തവ സുതാൻ എന്നതും അവൻ കേട്ടു. എന്നതു കൊണ്ടു തന്നെ സംശയമുണ്ടവനു മെന്നു ഞാനൊരു വഴിക്കറിഞ്ഞു രഹസ്യമായി. എന്നിവ കൊണ്ടു നാമകർമ്മം ഞാൻ ചെയ്തിടുകിലിന്നു നിൻ പുത്രന്മാർക്കു ദോഷമായി വരുമല്ലോ എന്നതു കേട്ട നേരം നന്ദനനുമുര ചെയ്ത. ഇന്നൊരു മറിയാതെ ചെയ്യണം ഭവാൻ തന്നെ
എന്നതു കേട്ട നേരം നന്ദന മുര ചെയ്താൻ, ഇന്നാരും അറിയാതെ ചെയ്യണം ഭവാൻ തന്നെ. തന്നുടെ ഹൃദയത്തിലുള്ളതുപോലെ നന്ദൻ ചൊന്നപ്പോൾ മുനീന്ദ്രനും അങ്ങിനെ എന്നു ചൊന്നാൻ. വേദോക്ത കർമ്മങ്ങളും ആദരവോടു ചെയ്തു, വൈദിക വരന്മാർക്കു ഗോദാനങ്ങളും ചെയ്തു. മുഹൂർത്തവും വന്നൊരു നേരം മുനി മുഖ്യനാം ഗർഗൻ താനും നാമവും ചൊല്ലിയിടിനാൻ. ദേഹികളുടെ ചിത്തം രമിപ്പിച്ചതു മൂലം രോഹിണി തനയനു രാമനെന്നല്ലോ നാമം. ഇന്നിവനോളം ബലമാർക്കുമേയുണ്ടാകയിൽ എന്നതു കൊണ്ടു ബലഭദ്രനെന്നൊരു നാമം. കണ്ടവരുടെ ചിത്തമാകർഷിച്ചതു മൂലമുണ്ടാകും സംഘർഷണൻ എന്നൊരു നാമം. പിന്നെ കൃഷ്ണവർണ്ണത്തെ പൂണ്ട നന്ദനവനുടൻ കൃഷ്ണനെന്നൊരു നാമമിക്കാലം പറയേണ്ടു. മുന്നമങ്ങൊരു കാലം ബാലനാമിവൻ തന്നെ വന്നുടൻ വസുദേവ പുത്രനായി പിറക്കയാൽ. ചൊല്ലിടാം വസുദേവൻ എന്നൊരു നാമം കൂടി ചൊല്ലുവാനരുതിവൻ തന്നെ നാമമെല്ലാം. നാമങ്ങൾ കർമ്മങ്ങളും ജന്മങ്ങളിവയെല്ലാം സീമയില്ലിതുമിവൻ എന്നതേ പറയാവൂ. ദുഃഖങ്ങൾ ഓരോ തരം നിങ്ങൾക്കു വന്നിടുന്ന ദൊക്കവേ തീർക്കുമിവൻ എന്നതു ധരിച്ചാലും വിശ്വസിച്ചാലും നിങ്ങളിവനെ വഴി പോലെ ശാശ്വതമതു കൊണ്ടു സർവവും സിദ്ധിച്ചിടും. വിസ്തരിച്ചേറെ പറയുന്നതെന്തിനു ഞാനു ഉത്തമ പുരുഷനു തുല്യനായി വരുമിവൻ എന്നെല്ലാം മുര ചെയ്തു ഗർഗനുമെഴുന്നള്ളി നന്ദഗോപനുമേറ്റം സന്തോഷത്തോടെ വാണാൻ. എൻ്റെ ഈ വാക്കുകൾ എല്ലാ ഗുരുനാഥന്മാരെയും സ്മരിച്ചുകൊണ്ട് രാധാകൃഷ്ണന്മാരുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം.